കർത്താവിൻ്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്ന കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയാട്ടെ. അങ്ങേ തന്നെ കാണുവാൻ, അങ്ങേ തന്നെ കേൾപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ, അവിടുത്തെ ആ ഒരു ആശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാർക്കശ്യത്തിൻ്റെ, തിരുത്തലിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് അധികമായിട്ട് അങ്ങേപ്പോലെ ആയിത്തീരണം. കർത്താവെ, അങ്ങോട്ടുള്ള ആഴത്തിലുള്ളൊരു കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കണം. അങ്ങേ കാണണം, കേൾക്കണം, അങ്ങോട്ട് ചേർന്നിരിക്കണം. കർത്താവെ, വചനമാകുന്ന കണ്ണാടിയിൽ അവിടുത്തെ തേജസ്സിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മുഖത്തപ്പെടുത്തിയാട്ട് ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണമെല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, 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 ആമീൻ. നമ്മളെ വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വരെയായിരുന്നു കഴിഞ്ഞ ആഴ്ച കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നല്ലോ. അങ്ങേ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അത് അതിൻ്റെ സന്ദർഭം പറയാനാണെങ്കിൽ എന്താ, നമ്മളെപ്പോഴും കൂടെ ഇപ്പം ഈനോ പെട്ടെന്നൊരു ക്വിക്ക് റീക്യാപ്പ് പറയുന്നത് പോലെ കർത്താവിൻ്റെ വരവ് ഞാൻ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കർത്താവിന് വരാറായി. അത് എത്ര വലിയ യാഥാർത്ഥ്യമാണ്. ബൈബിളിലെ ഓരോരോ പ്രവചനങ്ങളായിട്ട് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പലരും ബൈബിൾ ദൈവവചനമാണോ എന്നൊക്കെ പറയുന്ന, കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു യുവ സഹോദരൻ, പുള്ളി ഒരു നിരീശ്വരവാദിയാണെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ഇങ്ങനെ കൺസൾട്ടേഷനൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയാനൊന്നും നിന്നില്ല. പക്ഷേ ഞാൻ ഉള്ള സമയം കൊണ്ട് കുറച്ച് ഒന്ന് പുറത്ത് പേഷ്യൻസ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോണ്ട് അധികം സമയമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞു, അതായത് ഇപ്പം നമ്മളിപ്പോൾ 2025 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വർഷത്തിൽ തന്നെ ഇതൊരു യേശു കർത്താവ് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു കാര്യം, അത് ഒരു ചരിത്രകാരനും ഡിനൈ ചെയ്യാൻ പറ്റാതെ വണ്ണം ദൈവം തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മളുടെ സമയത്തെ അങ്ങനെ ക്രമീകരിച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ഈ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ 2025 ഡിസംബർ മാസം 17-ാം തീയതി എന്ന് പറയും. 2025 എന്ന് പറയുമ്പോൾ അത് AD 2025 പല വർഷങ്ങളുണ്ട്. ഇങ്ങനെ പല കലണ്ടറുകളും, പല മലയാള വർഷവും തമിഴ് വർഷവും, അതുപോലെ അതുപോലെ പല കലണ്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ 2025 ആഗോള വ്യാപകമായിട്ട് നമ്മൾ 2025 എന്ന് പറയുമ്പോൾ AD അന്നാ ഡോമിനി, അല്ലെങ്കിൽ ഇയർ ഓഫ് ദ ലോർഡ്. അത് കർത്താവിൻ്റെ വരവിന് ശേഷം 2025 വർഷങ്ങളായി എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ്. അപ്പം ആ ഒരു ചരിത്ര യാഥാർത്ഥ്യം, ഇപ്പം അങ്ങനെ കർത്താവ് കർത്താവ് ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും എന്ന് നമ്മൾ എവിടെ വായിക്കുന്നേ? യിരെമ്യാവ് 29:13 വായിക്കുന്നുണ്ട്. ജെറമ്യാ 29:11 നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു വേഴ്സ് ആയിരിക്കും. ഐ നോ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. കർത്താവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ, നിരൂപണങ്ങളെക്കുറിച്ച് പറഞ്ഞ വേഴ്സാ ജെറമ്യാ 29:11, യിരെമ്യാവ് 29:11. അതിൻ്റെ തൊട്ട് താഴെ 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടെത്തുമാറാക്കും. യു വിൽ ഫൈൻഡ് മീ ആൻഡ് ഐ വിൽ ലെറ്റ് യു ഫൈൻഡ് മീ എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ആ ഒരു പൂർണ്ണഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഇപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ഒത്തിരി അകന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മളങ്ങ് പൂർണ്ണഹൃദയത്തോടെ കർത്താവിലേക്ക് വന്നാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാക്ഷിയൊക്കെ കേട്ട് പലരുമൊക്കെ വിളിക്കുമ്പോൾ പലരും വലിയ സന്തോഷത്തോടെയൊക്കെ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഞങ്ങളങ്ങ് ഒത്തിരി അകന്നു പോയിരിക്കുവാണല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തോന്നിപ്പോയി എന്നൊക്കെയുള്ള ഒരു കാര്യം. ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങ് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി, ദൈവം തന്ന വെളിച്ചത്തിനനുസരിച്ച് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് പാപമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വയബലമാണെന്ന് പറയാം. പാപം ആണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് എവിടെ പറയുന്നത്? യെശയ്യാവ് 49:2 വാക്യത്തിലല്ലേ? 49-ാണോ 59-ാണോ ഞാൻ പെട്ടെന്ന് നോക്കിക്കോട്ടെ. അതിൻ്റെ ഒരു 2-ാമത്തെ വാക്യത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ, ഇറ്റ് ഈസ് യുവർ സിൻസ് ദാറ്റ് ഹാവ് സെപ്പറേറ്റഡ് യു. എനിക്ക് തോന്നുന്നു 59-ൻ്റെ 59-ൻ്റെ യെശയ്യാവ്, അതെ തന്നെ, യെശയ്യാവ് 59-ൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, ബട്ട് യു ഇനിക്വിറ്റീസ് ഹാവ് മെയ്ഡ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ യു. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്രയും അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ പാപം, അകൃത്യം എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ആ ഒരു സ്വയം, നമ്മളുടെ ആ ഒരു സ്വയബലമാണ് എപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മളെ അങ്ങ് അകറ്റിക്കളയുന്നത്. പക്ഷേ നമ്മെ തന്നെ അങ്ങ്
താഴ്ത്തുവാനായിട്ടാണ് പരിശുദ്ധാത്മ നമുക്ക് എപ്പോഴും പ്രേരണ നൽകുന്നത്. ദ പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ഓൾവേസ് ടു ഹംബിൾ അവർസെൽസ് ബിഫോർ ദ ലോർഡ്. കർത്താവിൻ്റെ ആ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ദൈവമുമ്പാകെ ഒരു സീറോ ആയിട്ട് അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ, നമ്മളിപ്പം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ യോഹന്നാൻ അപ്പോസ്തലൻ ആ പത്മോസ് ദ്വീപിലെ തേജസ്സിനെ കണ്ട്, കർത്താവിൻ്റെ തേജസ്സിനെ കണ്ട് എങ്ങനെ വീണേ, ഒരു മരിച്ചവനെ പോലെ. അവന് എത്ര വലിയ ആത്മീയനായിട്ട് കർത്താവിൻ്റെ കൂടെ ഏറ്റവും ചേർന്ന് നടന്നവനാണ്, എത്ര വിശുദ്ധനായിട്ടുള്ള ജീവിച്ചവനാണ്. കർത്താവിൻ്റെ മാർബോട് അക്ഷരികമായി ആ 3.5 വർഷക്കാലവും കർത്താവിനോട് ചാരി ചേർന്ന് ജീവിച്ചവനാണ്. ഇവൻ ആത്മീയമായിട്ടും കർത്താവിനോട് അതുപോലെ ചേർന്ന് ജീവിച്ചവനാണ്. എന്നാലും കർത്താവിൻ്റെ ആ തേജസ്സിനെ അതിൻ്റെതായ ഒരു ചെറിയൊരു അളവിൽ, കർത്താവിൻ്റെ തേജസ്സിൻ്റെ പൂർണ്ണ അളവിൽ കണ്ട് ആർക്കും ജീവിച്ചിരിക്കാനൊക്കത്തില്ല. എന്നാൽ അതുപോലെ അവിടുന്ന് ഒരു നട്ടുച്ച സൂര്യനെ പോലും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ, വെറും ഒരു സൃഷ്ടിയായിട്ടുള്ള സൂര്യനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഉച്ചയ്ക്ക് കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, ഇതെല്ലാം സൃഷ്ടിച്ച സൂര്യനെക്കാട്ടിൽ എത്രയോ തേജസ്സുള്ള എത്രയോ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആ ഒരു തേജസ്സും ആ ഒരു ഗ്ലോറിയൊന്നും നമുക്ക് അത് ഉൾക്കൊള്ളാൻ ഒക്കുന്നതിലും അതീതമാണ്. എന്നാൽ ചെറിയൊരു ഗ്ലിംസ്, ചെറിയൊരു ദൃശ്യം അവിടെ പത്മോസ് ദ്വീപിൽ യോഹന്നാന് കൊടുത്തപ്പം ഇതേ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മരിച്ചവനെ പോലെ കർത്താവിന് മുമ്പാകെ വീണു എന്നൊക്കെയാണ് വെളിപാട് പുസ്തകം 1-ന്റെ 17-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. നാം ദൈവത്തോട് അടുത്ത് വരാനായിട്ട് അത്രയേ ഉള്ളൂ. നമ്മളുടെ ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കണ്ട. എനിക്ക് കർത്താവിനോട് അടുത്തിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നും നമ്മൾ നോക്കേണ്ട കാര്യത്തില്ല. വി ജസ്റ്റ് സറണ്ടർ അവർ വിൽ. നമ്മളുടെ ആ ഒരു വി ചൂസ് ടു സറണ്ടർ അവർ സെൽസ്. നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. കൊച്ചു കുഞ്ഞുങ്ങളെ എടുക്കാൻ നേരത്ത് എടുക്കണമെങ്കിൽ അവരെന്തുവാ ചെയ്യുന്നത്? ഇങ്ങനെ 2 കൈ അങ്ങ് ഉയർത്താം. അപ്പം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അങ്ങ് എടുക്കാൻ വേണ്ടിയാ എന്നുള്ള കാര്യം അവർക്ക് അവരത് അത് ജസ്റ്റർ അങ്ങനെ ഒരു ആംഗ്യം കാണിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഐ സറണ്ടർ ഓൾ കർത്താവേ, ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്നെ തന്നെ അങ്ങ് തരുന്നു, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, കർത്താവ് എൻ്റെ ഇഷ്ടം പോലെ ഇനി എനിക്ക് ജീവിക്കേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി കർത്താവ്. ശരിയാണ്, എനിക്ക് അത് പറ്റുന്നില്ല, പക്ഷേ എങ്കിലും കർത്താവ് എന്നെ സഹായിക്കണമെന്നുള്ള ആ ഒരു നിലവിളിയോടെ നമ്മൾ കർത്താവ് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിലാവട്ടെ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയും. യഥാർത്ഥത്തിൽ നമ്മെ തന്നെ അങ്ങ് സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം നമ്മളെ കഴുകുകയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിറയുകയും കർത്താവിനോട് നമ്മളെ അങ്ങ് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഭവവേദ്യമായി തീരുകയും ചെയ്യും. അപ്പം വെളിപാട് പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു വരുമ്പം കർത്താവിൻ്റെ 2-ാമത്തെ വരവ് ഏറ്റവും അടുത്തു. അപ്പോഴങ്ങനെ ഈ ബൈബിളിൻ്റെ ആ ഒരു സാധ്യതയെക്കുറിച്ച് പെട്ടെന്നൊരു കാര്യം പറഞ്ഞു വന്നേ. അപ്പം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. വാനമേഘ കാന്തനെ യേശു വേഗം വരാറായി എന്നൊക്കെ നമ്മൾ പാടിയതുപോലെ കർത്താവ് വന്നു കഴിഞ്ഞിട്ട് കർത്താവ് സഹസ്രാബ്ദ വാഴ്ച കർത്താവ് വരുമ്പോൾ കർത്താവ് ഞാൻ അതിൻ്റെ വേറെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞു വരുന്ന ഡീറ്റെയിൽസിലേക്കൂട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളും മാസങ്ങളും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു. കർത്താവ് വരുമ്പോൾ അർമ്മഗദോൻ യുദ്ധം, ഇത് ക്രിസ്തുവിനെയും സൈന്യത്തെയൊക്കെ തോൽപ്പിച്ച് കർത്താവ് 1000 വർഷക്കാലം ഭരണം, മില്ലിനിയൽ റെയിൻ, 1000 വർഷക്കാലം ഭരണം സ്ഥാപിക്കുന്നതും 1000 വർഷക്കാലം സാത്താനെ അഗാധത്തിൽ ബന്ധിച്ചിരിക്കുന്നതും, പിന്നീട് 1000 വർഷത്തിന് ശേഷം സാത്താനെ തുറന്നു വിടുമ്പോൾ അവൻ പിന്നെ ആളുകളെ വഞ്ചിച്ച് ദൈവത്തിനെതിരായിട്ട് തിരിയുന്നതും, പിന്നെ അവൻ സ്വർഗത്തിൽ നിന്നുള്ള തീ വന്ന് അവനെ ദഹിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യം കൂടെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. സാത്താൻ്റെ അന്ത്യം, അവനെ എങ്ങോട്ടാ പോകുന്നത്? തീപ്പൊയ്കയിലോട്ടാ പോകുന്നത്. അവൻ്റെ അന്ത്യം, അവന് അപ്പുറം ഇപ്പുറം ആരുണ്ട്? കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ഒക്കെ അപ്പുറം ഇപ്പുറം കൂട്ടായിട്ട് സാത്താൻ അവസാനം തീപ്പൊയ്കയിലോട്ട് പോകും. അപ്പം സാത്താൻ നമ്മളുടെ ഭൂതകാല നമ്മളെ ഓർമ്മപ്പെടുത്തി, പാസ്റ്റ് ഓർമ്മ. ഇഫ് Satan reminds you of your past and tries to condemn you, you remind him of his future and threaten him. സാധാരണ നിങ്ങളുടെ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തി, നീ അങ്ങനെ ചെയ്തില്ല, നീ അങ്ങനെ വീണില്ലേ, നിനക്ക് ഇങ്ങനെ പറ്റിയില്ല, അങ്ങനെ പറ്റിയില്ല എന്ന് പറയുമ്പോൾ സാധാരണ അതൊക്കെ കർത്താവ് എന്നെ ക്ഷമിച്ച്, ഞാൻ കർത്താവിൻ്റെ നീതിയെങ്കിൽ ആയിരിക്കുകയാണ്. നിന്റെ ഭാവി നിനക്കറിയാവും, നിന്റെ ഭാവി കാലം അത് വെളിപാട് 20-ന്റെ 10 എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ബൈബിളുണ്ട്, അവിടെ തുറന്ന് നോക്കിക്കോളാൻ പറയാം. അവന് അങ്ങോട്ട് തീപ്പൊയ്കയിൽ ചെന്ന് ബ്ലുംന്ന് വീഴും. അപ്പം അതിനുശേഷം പിന്നെ അവിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ, കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ അർമ്മദോൻ യുദ്ധം, സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്ന ആ സമയത്ത് കർത്താവിൻ്റെ മക്കൾക്ക് നമുക്ക് പ്രതിഫലം തരുന്ന കാര്യവും, പിന്നെ സഹസ്രാബ്ദ വാഴ്ച സാത്താനെ പിടിച്ച് തീപ്പൊയ്കയിലിടുന്ന കാര്യവും, പിന്നെ അവിശ്വാസികളുടെ ന്യായവിധി, പിന്നെ എല്ലാം തീക്കിരയായി. ഇപ്പം കാണുന്നതെല്ലാം തീക്കിരയായി, കാണുന്നതെല്ലാം നൈമിഷികം, താൽക്കാലികം. ഓൾ ദാറ്റ് ഇസ് സീൻ ഇസ് ടെമ്പററി എന്നൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 4-ന്റെ 17-18 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇപ്പം കാണുന്നതെല്ലാം അങ്ങ് അഗ്നിക്കിരയായിട്ട്
പുതിയ ആകാശം പുതിയ ഭൂമി, ഈ ഭൂമി ഒരു പുതിയ ഭൂമിയായി മാറും, ഒരു കടലൊന്നും ഇല്ലാത്ത ഭൂമി എന്നൊക്കെ നമ്മൾ വെളിപാട് 21-1 നമ്മൾ വായിച്ചായിരുന്നു. പിന്നെ പുതിയ ആകാശം എന്ന് വെച്ചാൽ ഇപ്പം കാണുന്ന വിസിബിൾ യൂണിവേഴ്സ് അല്ല, ഒരു പുതിയ യൂണിവേഴ്സ് ആയിരിക്കും പിന്നീട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാടിൻ്റെ കാന്തയുടെ കല്യാണം, കുഞ്ഞാടിൻ്റെ കാന്തയായിട്ട് എരുസലേം നഗരത്തെ വർണ്ണിക്കുന്നതും അവളുടെ തേജസ്, യേശുവിൻ്റെ തേജസ്, ദൈവ തേജസ് ഉള്ളവളായിട്ട് അവൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നൊക്കെ വെളിപാട് 20-10-11 വാക്യങ്ങളിലും ആ 10-ാമത്തെ വാക്യത്തിന് അവസാനം ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഇന്നും നമുക്ക് ഇന്ന് കർത്താവിൻ്റെ ദൈവ തേജസ് അധികമായിട്ട് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു ദിവസവും നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് മരിച്ച് കർത്താവെ ഓരോ സമയത്തും എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ, നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ ഒന്ന് നിറയ്ക്കുകയും നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുകയൊക്കെ ചെയ്യുവാണെന്നാണ് നമ്മൾ 2 Corinthians 3:18 അതിൽ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്ന വാക്യം നമുക്ക് അറിയാം അല്ലേ. ആ ഒരു കണ്ണാടിയിൽ കടമുടിയായിട്ട് കണ്ണാടിയിൽ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ട്, വചനമാകുന്ന കണ്ണാടിയിൽ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ട് നമ്മൾ യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുന്നു എന്നൊക്കെയാണ് അവിടെ 2 Corinthians 3:18 നമ്മൾ വായിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ യെരൂശലേം നഗരത്തിൻ്റെ വലിയ ബ്രില്യൻസ്, വലിയ ജ്യോതിസ്, വലിയ ഗ്ലോറി, തേജസ് ഒക്കെ വർണ്ണിച്ച് ആ മതിലിൻ്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചു. വലിയ വിസ്താരമുള്ളൊരു മതിലാണ് എന്ന് വെച്ചാൽ ലോകത്തിൽ നിന്ന് വിസ്താരമുള്ളൊരു മതിലാണ് ആ മതിൽ. അത് അതിൻ്റെ 17-ാമത്തെ വാക്യം വെളിപാട് 21-17 65.84 മീറ്റർ എന്നാണ് പറയുന്നത്. 72 യാർഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 72 യാർഡ്സ് എന്ന് പറയുമ്പോൾ 144 മുഴം എന്ന് പറയുമ്പോൾ 216 അടി. അത് 65 ഏകദേശം 66 മീറ്റർ വിസ്താരമുള്ള മതിൽ. അത്രയും ഒരു സെപ്പറേഷൻ ലോകത്തിൽ നിന്ന് മതിൽ, യെരുശലേമിൻ്റെ മതിൽ അത്രയും വലിയൊരു മതിലാണ്, അത്രയും വൈഡായിട്ടുള്ളൊരു മതിലാന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഒരു പോക്കുണ്ട് ഇന്ന്. ലോകത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, അതാണ് മണി, ഓണ, പ്ലഷേഴ്സ്, MHP എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്താ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതാണ് ലോകത്തിലുള്ളതെന്നൊക്കെ 1 യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്നുണ്ട്. അത് കൺമോഹം എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ, ജഡമോഹം, ജഡിക സുഖങ്ങൾ, പിന്നെ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപമാണ് മനുഷ്യമാനം തേടുന്ന ഒരു കാര്യം. അതൊക്കെയാണ് ലോകത്തിൻ്റെ ഒരു ഫാഷനും ട്രെൻഡും, ലോകത്തിൻ്റെതായ ചില ആട്ടവും പാട്ടവും കാര്യങ്ങളും ഒക്കെ. അത് ലോകം ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നു. അപ്പം അതിൽ നിന്ന് സെപ്പറേഷൻ, വലിയൊരു സെപ്പറേഷൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സഭയിലും അങ്ങനെയൊക്കെയുള്ളൊരു സെപ്പറേഷൻ വേണം. അങ്ങനെ ഉള്ള ആ ഒരു കാന്തയെ ചേർക്കാനായിട്ടാണ് കർത്താവ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു അവിടെ പിന്നെ ആ നിത്യതയിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പിന്നെ പ്രത്യേകിച്ച് സൂര്യനോ ചന്ദ്രൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ കർത്താവ് തന്നെയാണ് കുഞ്ഞാട്, അതിൻ്റെ വിളക്കാണെന്നൊക്കെ നമ്മൾ, കുഞ്ഞാട് തന്നെയാണ് മന്ദിരവും, കുഞ്ഞാട് തന്നെയാണ് വിളക്കും എന്നൊക്കെ നമ്മൾ അതിൻ്റെ 22 വെളിപാട് 21-ന്റെ 22, 23 വാക്യങ്ങളിലൊക്കെ വായിച്ച്, പിന്നെ നമ്മൾ 22-ാം അധ്യായത്തിന് അവിടെ ആ വീഥിയുടെ നടുവിൽ എന്ന് പറഞ്ഞാണ് 22-ാം അധ്യായം തുടങ്ങുന്നത്. ഇംഗ്ലീഷിലത് 2-ാമത്തെ വാക്യത്തിൽ ഇൻ ദ മിഡിൽ ഓഫ് ദ സ്ട്രീറ്റ്, വീഥിയുടെ നടുവിൽ. ആ വീഥിയെക്കുറിച്ച് സ്വർണ്ണ തിരുവീഥികളാണെന്നൊക്കെ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള വാക്യങ്ങളിൽ സ്ട്രീറ്റ്, അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ വെളിപാട് 21-ന്റെ 21 കണ്ടോ അവിടെ. സ്ട്രീറ്റ് ഓഫ് ദ സിറ്റി വാസ് പ്യുവർ ഗോൾഡ് ലൈക്ക് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. അതുപോലെയുള്ള ആ വീഥിയുടെ നടുവിൽ എന്താ കണ്ടത്? അത് നമ്മളിപ്പോൾ 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു നിർത്തി. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. ചില ബൈബിളിലെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല, ശുഭമായ എന്ന് എഴുതിയിരിക്കുന്നത് ശുഭ്രമായ എന്നുള്ള അവിടെയുള്ള ട്രാൻസ്ലേഷൻ. ആ ഒരു ട്രാൻസ്പെറൻറ്റ്, ക്രിസ്റ്റൽ, ക്ലിയർ ആസ് ക്രിസ്റ്റൽ, പളുങ്കുപോലെ ശുഭ്രമായ, ക്ലിയർ, ശുഭ്രമായ ജീവജല നദിയും അവനെ കാണിച്ചു. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ ചില ആത്മീയ പാഠങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുകയായിരുന്നു. എന്താ അവിടെ നമ്മളൊരു തൃത്വം കാണുന്നുണ്ട്. ഇന്ന് യുനോ പല സഭകളിലൊക്കെ
യുനോ പല ഇന്ന് ക്രിസ്തീയ കുളത്തിൽ തന്നെ പല ദുരുപദേശങ്ങളൊക്കെ കയറിക്കൂടിയിട്ടുണ്ട്. അപ്പം തൃത്വമൊന്നുമില്ല, യേശുനാമക്കാരെന്ന് പറയുന്ന കൂട്ടരുണ്ട്. അവർ തൃത്വമൊന്നുമില്ല, എല്ലാം ഒരു വ്യക്തിത്വം മാത്രമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. ബൈബിളിൽ യുനോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തൃത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല ബൈബിളിൽ. എന്നാൽ ആ തൃത്വം, ത്രിയേക ദൈവത്തെ നമ്മൾ ബൈബിളിലെ വചനത്തിൽ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ വെളിപാട് പുസ്തകം 22 വെളിപാട് പുസ്തകം അവസാനം ബൈബിളിന്റെ അവസാനത്തെ താളിലും ഈ തൃത്വത്തെ നമ്മൾ കാണുക. ഇവിടെ ഈ 22-ാം അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്തൊക്കെയാ വായിച്ചത്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി ഉള്ള ഒരു ജീവജല നദി. ദൈവപിതാവ്, കുഞ്ഞാടെന്ന് പറയുമ്പോൾ ആരാ? യേശുക്രിസ്തുവാണ് കുഞ്ഞാട്. പാപത്തിന്റെ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണിതെന്ന് യോഹന്നാൻ 1:29 യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമുക്കറിയാം, കർത്താവാണ് നമ്മുടെ പാപങ്ങളെ ചുമന്ന കുഞ്ഞാട്, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം എന്നൊക്കെ നമ്മളവിടെ 1 പത്രോസ് 1:17-18 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആ ഒരു കുഞ്ഞാട് യഹൂദയുടെ സിംഹമാണ് എന്ന് അർക്കപ്പെട്ട കുഞ്ഞാടാണെന്ന് ഇതേ വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചു. ആ കുഞ്ഞാട് അപ്പം പിതാവിൻ്റെയും പുത്രനായ കുഞ്ഞാടിൻ്റെയും സിംഹാസനം. ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ ആ തൃത്വം അവിടെ ബൈബിളിന്റെ അവസാനത്തെ താളിൽ എഴുതിയിരിക്കുന്നു. ഇനിയിപ്പോൾ 1-ാമത്തെ താളിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ബൈബിളിന്റെ 1-ാമത്തെ താൾ ഏതാ? ജെനസിസ് അല്ലേ? ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ തന്നെ അവിടെ 1-ാമത്തെ വാക്യത്തില് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം, പിതാവായ ദൈവത്തെ നമ്മൾ കാണുന്നു. പിന്നെ 2-ാമത്തെ വാക്യത്തില് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, അല്ലെങ്കിൽ ആയിത്തീർന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പം 2-ാമത്തെ വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ കാര്യം നമ്മളവിടെ വായിച്ച്. 3-ാമത്തെ വാക്യത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ആരാ? യേശുക്രിസ്തു. വചനം ജഡമായി, വേർഡ് ബിക്കെയിം ഫ്ലഷ്. അതാരാ? ജീസസ്. എവിടെ നമ്മൾ വായിക്കുന്നത്? ജോൺ 1:14 വായിക്കുന്നുണ്ട് അല്ലേ? യോഹന്നാൻ 1:14 വചനം, പിതാവിന്റെ വചനമാണ് ഒരു മാംസമായി, അല്ലെ മാംസമായി എന്ന് വേർഡ് ബിക്കെയിം ഫ്ലഷ്, അതായത് ഒരു മനുഷ്യരൂപം എടുത്തു. അതാ യേശു ക്രിസ്തു എന്ന് നമ്മളവിടെ യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ ആ തേജസ്സിനെ കണ്ടു, കൃപയും സത്യം നിറഞ്ഞവനായ ആ കർത്താവിൻ്റെ തേജസ് എന്നൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ അവിടെ ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ, അതായത് ബൈബിളിന്റെ ആദ്യത്തെ അധ്യായത്തിന് ആദ്യത്തെ 3 വാക്യങ്ങളിലും തൃത്വമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിന്നെ ബൈബിളിന്റെ അവസാനത്തെ അധ്യായം വെളിപാട് 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും തൃത്വമുണ്ട്. പിന്നെ വെളിപാട് 1-ാം അധ്യായത്തിൽ തന്നെ ലെറ്റസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ് 26-ാമത്തെ വാക്യത്തിൽ ദൈവം പറയൂ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ. ഞാനിതിപ്പം ഈ തൃത്വം എന്നൊക്കെ പറഞ്ഞ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണല്ലോ. വേറെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇതൊക്കെ പറഞ്ഞ് മനുഷ്യരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന പല ദുരുപദേശക്കാരും ഒക്കെ അവരെ ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യില്ല. അവർക്ക് ആ വെളിച്ചമില്ല. എൻ്റെ അടുത്തൊക്കെ അതുപോലുള്ള സഹോദരങ്ങൾ തർക്കിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വചനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനില്ല എങ്കിലും, പക്ഷെ എന്നാൽ വചനം നന്നായിട്ട് അറിയാത്തവരെയോ അല്ലെങ്കിൽ വേണ്ടവണ്ണം അറിയാത്തവരെയൊക്കെ തിരിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് പിന്നെ പലരും വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വചനത്തിൽ ഇത് എല്ലാം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പം, അതായത് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ ആ കാര്യം മാത്രം നോക്കിയാലും മതിയല്ലേ. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പം പിതാവും യേശു ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിനോട് തന്നെ പ്രാർത്ഥിച്ചെന്നായിട്ട് പറയേണ്ടി വരും. അപ്പോൾ നമ്മളത് ഒരിക്കലും ആ ബൈബിളിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുന്നില്ല. പിന്നെ C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ തത്വചിന്തകൻ ഇങ്ങനെ ഈ തൃത്വത്തിന്റെ കാര്യം, ദൈവം ഗോഡ് ഹാസ് ടു ബി മോർ ദാൻ വൺ പേഴ്സൺ ഈവൻ ലോജിക്കലി. നമ്മുടെ തൃത്വം എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കിന്, നമ്മുടെ യുക്തിക്ക് അതീതമാണ്. എന്നാൽ നമ്മൾ മാനുഷികമായിട്ട് തന്നെ ചിന്തിച്ചാൽ പോലും ദൈവം ഒന്നിൽ കൂടുതൽ വ്യക്തിത്വങ്ങളായാലേ പറ്റത്തുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഇപ്പം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ അവർക്ക് പിതാവ് പുത്രൻ എന്നൊക്കെ നിങ്ങൾ 3 ദൈവങ്ങളെ ആരാധിക്കും, ഞങ്ങൾ ഏകദൈവത്തെയാന്നൊക്കെ പറയും. നമ്മൾ പറയും നമ്മളെ 3 ദൈവങ്ങളെ അല്ല, ഒരു ദൈവത്തെയാണ്. ഒരു അസ്തിത്വമാണ്. 1 being but 3 persons. ഒരു അസ്തിത്വം എന്ന 3 വ്യക്തിത്വം, ഒരാളത്വം, 3 വ്യക്തിത്വം. 1 being in 3 persons. അത് ഒരാളുടെ തന്നെ 3 സ്റ്റേജസ് അല്ല. ഒരാൾക്ക് 3 റോൾസ് ഉണ്ട്.
ഒരാളൊരു ഞാനിപ്പോൾ ഒരു ഭർത്താവാണ്, ഞാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, ഞാനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു മൂന്ന് റോളല്ല. മറിച്ച് അല്ലെങ്കിൽ ചിലരത് എന്തോ വേപ്പറും വാട്ടറും ഐസും മൂന്ന് സ്റ്റേജസ് ഓഫ് എച്ച് ടു ഒ മാതിരിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നോക്കുമ്പോൾ അങ്ങനെ മൂന്ന് സ്റ്റേജസും അല്ല. മറിച്ച് മൂന്ന് വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ ആ സി എസ് ലൂയിസ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ സി എസ് ലൂയിസ് പറയുന്നുണ്ട്, ഗോഡ് ഹാസ് ടു ബി മോർ ദൻ വൺ പേഴ്സൺ ബിക്കോസ് ഗോഡ് ഇസ് ലവ്. ദൈവം സ്നേഹമാകുന്നു എന്ന് 1 യോഹന്നാൻ 4:8-16 പറയുന്നുണ്ട് അല്ലേ. ഗോഡ് ഇസ് ലവ്. ദൈവം സ്നേഹമാകണമെങ്കിൽ ഗോഡ് ക്യാൻ ബി ലവ് only if it is shared. Love can be love only if it is shared. അപ്പോൾ ദൈവം എല്ലാ സൃഷ്ടിപ്പിനും മുമ്പേ, ദൈവം നമ്മളെ മനുഷ്യരെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈവൻ ദൂതന്മാരെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പും ദൈവം മാത്രമായിരുന്ന സമയത്ത്, നിത്യതയിൽ എല്ലാം സൃഷ്ടിക്കും മുമ്പേ അവിടെ ദൈവം മാത്രമായിരുന്ന സമയത്തും ദൈവം സ്നേഹമായിരുന്നു. അപ്പോൾ ദൈവം എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്നേഹമായി തീർന്നതല്ല. ഗോഡ് ഈസ് ലവ്. ദൈവം ഇറ്റേണലി, നിത്യമായിട്ട് ദൈവം സ്നേഹമാണ്. അപ്പം ആ സമയത്തും ദൈവം സ്നേഹമാകണമെങ്കിൽ ലവ് ക്യാൻ ബി ലവ് only if it is shared. അപ്പം ആ ഒരു പകരപ്പെട്ടാലേ സ്നേഹമാകത്തുള്ളൂ. അപ്പം ദൈവം ഒരാളത്വമാണെങ്കിൽ, എന്താണ് പറയുന്നത്, ഒരു വ്യക്തിത്വമാണെങ്കിൽ, ഒരു വൺ പേഴ്സൺ ആണെന്ന് പറയുവാണെങ്കിൽ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത് പോലെ ഒരു വ്യക്തിത്വമാണെങ്കിൽ അത് ദാറ്റ് കനോട്ട് ബി ദ ട്രൂ ഗോഡ്, ബിക്കോസ് ഗോഡ് ഇസ് ലവ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിത്യത മുതൽക്കേ ടൈമിന് മുമ്പേ ദൈവം ദൈവം മൂന്ന് വ്യക്തിത്വമായിട്ട് സ്ഥിതി ചെയ്യുവാൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായിട്ട്, പിതാവിൻ്റെ വചനമാകുന്ന ക്രിസ്തു, പിന്നെ പിതാവിൻ്റെ ശ്വാസം ആത്മാവാകുന്ന പരിശുദ്ധാത്മാവായിട്ട് സ്ഥിതി ചെയ്യുവാനും, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു കൂട്ടായ്മയെക്കുറിച്ചൊക്കെയുള്ള ആ വചനത്തിൻ്റെ റെഫറൻസൊക്കെ നമ്മൾ സദൃശ്യവാക്യം, പ്രൊവേർബ്സ് സദൃശ്യവാക്യം 8-ാം അധ്യായത്തിലെ ആ റെഫറൻസ് 30-31 വാക്യങ്ങളിൽ എല്ലാ സൃഷ്ടിക്കും മുമ്പേ പിതാവ് പുത്രനിൽ പ്രമോദിച്ചിരുന്നു എന്നുള്ള കാര്യം, ജ്ഞാനത്തിൽ പ്രമോദിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ ആ വേഴ്സ് റെഫറൻസസ് നമ്മൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിലേക്ക് പോയാൽ പിന്നെ ഒത്തിരി സമയം പോകുമല്ലോ. പക്ഷെ അത് നമുക്കത് റെഫറൻസ് സദൃശവാക്യം Proverbs 8:30-31 ജ്ഞാനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ജ്ഞാനം ഒരു പേഴ്സണായിട്ട് പറയുക. ജ്ഞാനം, അത് ആരാണ് ജ്ഞാനം എന്ന് വെച്ചാൽ ക്രിസ്തുവാണ് ജ്ഞാനം. 1 Corinthians 1:24-30 വാക്യങ്ങളിൽ യേശുവാണ് ജ്ഞാനം, വിസ്റ്റം. അപ്പം ആ വിസ്റ്റം സംസാരിക്കുകയാണ് സദൃശവാക്യം 8-ാം അധ്യായത്തിൽ. അവിടെ പിതാവ് ഈ ജ്ഞാനത്തിലെ പുത്രനിലെ മാസ്റ്റർ വർക്ക്മാൻ ആയിരുന്ന, ഈ ശില്പിയായിരുന്ന പുത്രനിലെ പ്രമോദിക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കൂട്ടായ്മയുടെ കാര്യമൊക്കെ. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ കറണ്ട് ലൊക്കേഷൻ ഇവിടെ പെട്ടെന്ന് ഇവിടെ ജെനസിസ് 1 നമുക്ക് ലെറ്റസ് നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് ദൈവം സൃഷ്ടിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഗോഡ് ഹാസ് ടു ബി, അവിടെ നാം എന്ന് പറയുന്നത് ആ ഒരു, ഇപ്പം രാജാക്കന്മാരൊക്കെ നാം എന്ന് പറയുന്നത് ആ ഒരു ബഹുമാനാർത്ഥം അങ്ങനെ പറയുന്ന നാമല്ല, മറിച്ച് എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ പഴയ നിയമത്തിൽ ഉള്ള ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് പ്ലൂറൽ അതിനെ കുറിക്കുന്ന പദമായിട്ട് തന്നെ എലോഹിം എന്ന് പറഞ്ഞ പദമായിട്ടുള്ള കാര്യം ഒരു ഹീബ്രു ഗ്രാമറൊക്കെ പഠിക്കുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതൊരു പ്ലൂറലാണ്, മോർ ദൻ വൺ പേഴ്സൺ ആണെന്നുള്ളൊരു സൂചന അവിടെ തന്നെ ഉണ്ട്. പിന്നെ കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത്, യേശു കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ അവിടെ പിതാവിൻ്റെ ശബ്ദം നമ്മൾ മത്തായി 3-ാം അധ്യായത്തിലും ലൂക്കോസ് 3-ാം അധ്യായത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്. മർക്കോസ് 1-ാം അധ്യായത്തിലും എല്ലാം വായിക്കുന്നുണ്ട്. എന്താ, യേശു സ്നാനപ്പെട്ടപ്പം പിതാവിൻ്റെ ശബ്ദം, ഇതാ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ശബ്ദം, യേശു ക്രിസ്തു പുത്രൻ, പിന്നെ പരിശുദ്ധാത്മാ ഒരു പ്രാവായിട്ട് വന്ന് യേശുവിൻ്റെ മേൽ വന്നിരിക്കുന്ന ഒരു കാര്യമൊക്കെ കാണുന്നു. അവിടെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ യേശു കർത്താവ് തന്നെ സ്നാനത്തിനെ കുറിച്ചുള്ള കൽപ്പന ഭംഗ്യന്തരേണ, അല്ലെങ്കിൽ ഒരു ഏറ്റവും ക്ലിയർ ആയിട്ട് കർത്താവ് അത് പറയുമ്പം, മത്തായി 28-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ 18-19 വാക്യങ്ങളുടെ 19-ാമത്തെ വാക്യത്തിൽ എങ്ങനെ സ്നാനപ്പെടുത്തണമെന്നാണ് പറയുന്നേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ നിന്നാണോ? അല്ല, നാമത്തിൽ. ഒരു നാമമാണ്, ഒരു ദൈവമാണ്. എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പം അത് യേശുനാമക്കാരെന്ന് പറഞ്ഞ സഹോദരങ്ങൾ ചെന്ന് ഈ തൃത്വത്തിൻ്റെ സ്നാനം കഴിച്ചവരും ചെന്ന് അവരെ എന്ത് ചെയ്യും? പിന്നെ അവർ യേശുവിൻ്റെ പേരിൽ സ്നാനം കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട്, അപ്പോസ്തലപ്രവൃത്തികൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്തൊക്കെ പറയുന്ന കൂട്ടരുണ്ട്. അപ്പം ഞാനത് പലർക്കും അത് പിന്നീട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ വചനത്തിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വെളിപാട് 22:1 ആ തൃത്വം കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള തൃത്വത്തിൻ്റെ കാര്യങ്ങൾ, പരാമർശങ്ങൾ ബൈബിളിലുടനീളം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി
ഇരിക്കണം എന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തൃത്വം എന്ന് പറയുമ്പോൾ 1+1+1 ത്രീ ഗോഡ്സ് അല്ല, മറിച്ച് 1 × 1 × 1 എന്ന് പറയുന്നതിൽ അത് വൺ ഗോഡ് തന്നെ, ഒരു ദൈവം തന്നെ എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പം യുനോ നമ്മളുടെ റിയൽ ട്രൂത്ത് എന്ന് പറയുന്ന സാക്വിൻ ബ്രദറിന്റെ ആ ഒരു ചെറിയ ബുക്ക്ലെറ്റിനകത്ത് തൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ റിയൽ ട്രൂത്ത് ബുക്ക്ലെറ്റാണ് എൻ്റെ ഓർമ്മ. അതായത് ഇപ്പം 1+1+1 മൂന്ന് എല്ലും കഷ്ണം എടുത്ത് ഒരു പട്ടിയെ കാണിച്ചിട്ട് 1+1+1 3 ആണ് ഒരു പട്ടിയെ നമ്മൾ മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ പട്ടിക്ക് മനസ്സിലാവും. എന്നാൽ 1 × 1 × 1 ആണെന്ന് നമുക്കൊരു മനുഷ്യക്കുഞ്ഞിനെ പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ പട്ടിക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാവത്തില്ല എന്ന് പറയുന്നതിനാണ്. മൂന്ന് വ്യക്തിത്വമായിരിക്കെ പിന്നെ എങ്ങനെ ഒരു ദൈവമായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ യുക്തിക്ക് അതീതമാണ്. എന്നാൽ ദിസ് ഹാസ് ടു ബി ദ റിയൽ ഗോഡ് ബിക്കോസ് യുനോ യുനോ ദൈവമാകണമെങ്കിൽ നമ്മുടെ യുക്തിക്ക് ഉള്ളിലിരിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ അത് നമ്മളുണ്ടാക്കിയ ദൈവം എന്ന് പറയേണ്ടവർ. നമുക്ക് യുക്തിക്ക് അതീതനായ ഒരു ദൈവം ആയതുകൊണ്ട് അത് യഥാർത്ഥ സത്യദൈവമാണെന്നുള്ള കാര്യം നമുക്ക് വിശ്വാസത്താൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്ട്സോ പാരഡോക്സോ കോൺട്രഡിക്ഷനോ ഒന്നും ഇല്ല, വൈരുദ്ധ്യം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ പിന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ അവർ ആ കൽപ്പന അനുസരിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയാൻ കാരണം എന്താണെന്നൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ, പിതാവിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിനെ, ആ പുത്രനെ യേശു എന്ന് അവർ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. വേറെ പല തൃത്വങ്ങളും ഗ്രീക്കിലും പിന്നെ ഹൈന്ദവ പാരമ്പര്യങ്ങളിലും ഒക്കെ തൃത്വങ്ങളുണ്ട്. എന്നാൽ യേശുവിൻ്റെ തൃത്വത്തിൽ, യേശു പറഞ്ഞ ആ തൃത്വത്തിലാണ് സ്ഥാനപ്പെടുത്തിയത്. പിതാവിൻ്റെയും പുത്രൻ്റെയും എന്ന് പറയുന്നതിന് പകരം പിതാവിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ ആ പുത്രനെ യേശു എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ സ്നാനപ്പെടുത്തുന്നു എന്നുള്ള ആ ഒരു ഇതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സ്നാനം കഴിപ്പിച്ചു എന്നുള്ള കാര്യം, ആ കൽപ്പന അനുസരിക്കുമ്പോൾ അവരങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു കാര്യം പറയുന്നതിൻ്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ സാങ്ക്ച്വറിന്നൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ചിഞ്ഞ് വരാം. തിരിച്ച് നമ്മൾ എവിടെ എത്തിക്കാറുണ്ട് ലൊക്കേഷന്? വെളിപാട് 22 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി വരുന്ന ജീവജല നദി. നമ്മൾ പന്തിഭോജന പുസ്തകം കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ വായിച്ചപ്പോൾ അതിനകത്തൊരു ചെറിയൊരു ആത്മീയ സത്യം എന്നാൽ വലിയൊരു ആത്മീയ സത്യം. എന്താ, പിതാവും പുത്രനും ഒക്കെ നമ്മളെ ഹൃദയസിംഹാസനത്തിലായിരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മളുടെ ഉള്ളിൽ നിന്നും അനേകരിലേക്ക് ഒഴുകത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിച്ചു അല്ലേ? എന്താ നമ്മളവിടെ വായിച്ചത്? അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഹൃദയസിംഹാസനം എന്ന് പറയുമ്പോൾ നമ്മളുടെ നമ്മളുടെ ഇച്ഛാശക്തിയുണ്ട്. ഇച്ഛാശക്തിയിൽ നമുക്ക് രണ്ട് ചോയ്സസ് ഉണ്ട്. ഒന്നുകിൽ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ള ഒരു നമ്മെ തന്നെ ഉയർത്തിക്കൊണ്ട് നമ്മൾ സ്വയകേന്ദ്രിതമായിട്ടുള്ളൊരു ജീവിതം, ആ ഒരു നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ എക്സാമ്പിളൊക്കെ പറയുമ്പം ആ ഒരു ഗോൾഡൻ ഓൾട്ടർ, അതിനോട് ചേർന്നൊരു വെയിലുണ്ട്, ഒരു തിരശ്ശീലയുണ്ട്, അപ്പുറത്താണ് അതിവിശുദ്ധ സ്ഥലം. അപ്പം അവിടെ നമ്മളുടെ ഹൃദയസിംഹാസനത്തിൽ യേശു ആയിരിക്കണം എന്ന് പറയുമ്പം എന്തുവാ നമ്മൾ പറഞ്ഞു വരുന്നത്? നമ്മളവിടെ കർത്താവിൻ്റെ മുമ്പാകെ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് അവിടുന്നാണ് എൻ്റെ രാജാവ്, അവിടുത്തെ കർത്തൃത്വം അവിടുന്നാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങൾ അവിടുന്ന് എടുക്കണം. ശരിയാണ് കർത്താവ്, പലപ്പോഴും ഞാൻ അറിയാതെ പല കാര്യങ്ങളൊക്കെ എൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യുകയൊക്കെ ചെയ്ത് കർത്താവ് പല കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവ് ഇനി മുതലെങ്കിലും കർത്താവ് എനിക്ക് അവിടുന്ന് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണം, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഇച്ഛാശക്തിയിൽ, നമ്മുടെ വിൽ പവർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിൽ, നമ്മളുടെ ആ ഒരു തിരഞ്ഞെടുക്കാനുള്ള ദൈവം തന്നിട്ടുള്ള കഴിവിൽ നമ്മെ തന്നെ അവിടെ നമുക്ക് ഒന്നുകിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്താം, അല്ലെങ്കിൽ നമ്മെ തന്നെ ആ പരിശുദ്ധാത്മ പ്രേരണയൊക്കെ മറുതലിച്ചുകൊണ്ട് നമ്മെ തന്നെ ഉയർത്തി ഞാൻ വിചാരിക്കുന്നതൊക്കെ കാര്യങ്ങൾ നടക്കണം, എനിക്ക് ഇഷ്ടമുള്ളവണൊക്കെ സംസാരിക്കണം, പ്രവർത്തിക്കണം, ദേഷ്യപ്പെടണം, പാപത്തിൽ പോകണം, അങ്ങനെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതാണ് പാപം. എന്നാൽ സ്വന്തം ഇഷ്ടത്തെ, ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ആ ഒരു സ്വന്തം ഇഷ്ടം, ആ ഒരു സ്വയജീവൻ, അതിനെ മുമ്പാകെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവേ എൻ്റെ ഇഷ്ടം പോലൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ എന്താ, ആ തിരശീലയിൽ ഒരു ചീന്തലുണ്ടാവുന്നത്. കർത്താവ് ആ തിരശീല ചീന്തിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരു ജീവനുള്ള പുതുവഴി തുറന്നത് എന്നൊക്കെ നമ്മൾ എബ്രായർ 10-19-20 വാക്യങ്ങളിലൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്ന് പറഞ്ഞത് തന്നെ അത് തിരശീല കർത്താവിൻ്റെ ജഡമായിരുന്നു. നമ്മൾ ദേഹമാകുന്ന തിരശീല എന്നൊക്കെ സത്യവേദ പുസ്തകത്തിൽ ബൈബിളിലെ ട്രാൻസ്ലേഷനിൽ തെറ്റ് വന്നത്. സാക്സ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാണ് ജഡമാകുന്ന തിരശീല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ വന്നിരിക്കുന്നതെന്ന് കർത്താവ് എപ്പോഴും പറയുന്നൊരു കാര്യമൊക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിലൊരു
ഓരോ സമയത്തും തൻ്റെതായ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനായിട്ട് താൻ വന്നപ്പം കർത്താവ് സർവശക്തനായ ദൈവമാണ്, എന്നാൽ കർത്താവ് തന്നെ ഒഴിച്ച് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പം ആ, തൻ്റെതായ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു ഇഷ്ടം. യേശു സ്വർഗത്തിലെ ആ, ദൈവപിതാവിൻ്റെ വചനമായിട്ട് നിത്യത മുതൽക്കേ ആയിരുന്നപ്പം പിതാവിൻ്റെയും യേശുവിൻ്റെ ഇഷ്ടം ഒന്നായിരുന്നു. എന്നാൽ യേശു തന്നെ ഒരു മനുഷ്യനായിട്ട് താഴ്ത്തി ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ തൻ്റെതായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ അത്ര വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 6:38 കർത്താവ് പറയുന്നത്. യോഹന്നാൻ 6:38 5:30 ഒക്കെ പറയുന്നത്. ഞാൻ ആ വേഴ്സസിലോട്ടൊന്ന് പോകാത്തതിന് കാരണം നമ്മൾ ഇപ്പോഴും പലതവണ എടുത്തിട്ടുള്ളതാണ് എന്നാൽ നമ്മളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും പിന്നീട് സമയം പോലെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എൻ്റെ ഇഷ്ടം പോലെയല്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നത്, രക്ഷയ്ക്കായിട്ടുള്ളൊരു വഴി തുറന്നതെന്ന് ചോദിച്ചാൽ സ്വന്തം ഇഷ്ടത്തെ പിതാവിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത്, അങ്ങനെ അതിൻ്റെ ആത്യന്തികമായിട്ട് കാൽവരി കുരിശിലും എൻ്റെ ഗത്സമന തോട്ടത്തിലും കാൽവരി കുരിശിലും ഒക്കെ എൻ്റെ ഇഷ്ടം പോലെയല്ല, പിതാവെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് രക്ഷ തുറന്നത്. അപ്പം അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിലും ആദ്യമായിട്ട് കർത്താവെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ ജീവിക്കാം, കർത്താവ് അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു തീർത്തുവെന്ന് വിശ്വസിക്കുന്നു, ഇനി ഞാൻ എനിക്കുള്ളതില്ല അവിടത്തേക്കുള്ളതെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടം ദൈവമുമ്പാകെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോഴാണ് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് ജീവൻ ഉണ്ടായത്. നമ്മൾ അകൃത്യങ്ങളിലും പാപങ്ങളിലും ഒക്കെ മരിച്ചവരായിരുന്നു. നമ്മുടെ Efesയർ 2:1 കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യമൊക്കെ കേട്ടായിരുന്നു. നമ്മൾ മരിച്ചവരായിരുന്നു. എന്നാൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നു. നമുക്ക് നമ്മുടെ ആത്മാവിൽ ജീവനുള്ളവരായി തീർന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ജീവജല നദി ഒഴുകണമെങ്കിൽ, ഇപ്പം ഇവിടെ ജീവജല നദി ഒഴുകുന്നു, അത് ശരിയാണ്. അതൊരു ഫാക്ച്വൽ ട്രൂത്തായിട്ട് ബൈബിളിൽ അത് പറഞ്ഞിരിക്കുകയാണ്. എന്താ, വെളിപാട് 22:1 ഒരു ഫാക്ച്വൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താ, അവിടെ നിത്യതയിൽ പുതിയ ആകാശത്തിലെ പുതിയ ഭൂമിയിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നാണ് ജീവജല നദി ഒഴുകുന്നത്. എന്നാൽ അതൊരു വസ്തുതയാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അതൊരു അനുഭവമായി തീരണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു സിംഹാസനം തന്നിട്ടുണ്ട്. അവിടെ പിതാവും പുത്രനും എൻ്റെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയുകയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകുകയും ചെയ്യുന്നത് എന്നുള്ളൊരു ആത്മീയ സത്യവും കൂടെ അവിടെ ഒളിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ പിതാവിനെയും പുത്രനെയും അവരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എൻത്രോൺ ചെയ്യുക, അവരോധിക്കുക അല്ലെങ്കിൽ എൻത്രോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു ജഡമാകുന്ന തിരശ്ശീല കർത്താവ് ചീന്തി ഒരു ജീവനുള്ള പുതുവഴി തുറന്നതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ജഡത്തിലൊരു ചീന്തല്, പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയുള്ള ദൈവത്തിൻ്റെ വചനമാകുന്ന വാള് നമ്മുടെ ജഡമാകുന്ന നമ്മുടെ സ്വന്തം ഇഷ്ടം, ആ ഒരു പാറ പോലുള്ള നമ്മുടെ സ്വന്തം ഇഷ്ടത്തേക്ക് നുറുക്കി നമ്മളുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് അധികമായിട്ട് വന്ന് നിറഞ്ഞ് ആ ജീവജല നദിയാണ് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ആ തിരശ്ശീലയുടെ ചീന്തലിലൂടാണ്, ആ വിടവിലൂടാണ് പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദി നമ്മളിൽ നിന്ന് നമ്മുടെ ദേഹിയിലോട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലോട്ടും നമ്മുടെ തീരുമാനങ്ങളിലോട്ടും നമ്മുടെ വികാരങ്ങളിലോട്ടും ഒക്കെ ഒഴുകി നമ്മുടെ ചിന്തകളിലോട്ടും വികാരങ്ങളിലോട്ടും തീരുമാനങ്ങളിലോട്ടും ഒക്കെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകി നമ്മളുടെ ദേഹത്തിലൂടെ, നമ്മളുടെ കണ്ണിലൂടെ, നമ്മുടെ വായിലൂടെ, നമ്മളുടെ പ്രവർത്തികളിലൂടെ, കൈകാലുകളിലൂടെയൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജീവജല നദി ഒഴുകുവാൻ നമ്മുടെ ആത്മാവിൽ നിന്ന് ദേഹത്തിലൂടെ അതങ്ങ് ഒഴുകി മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമായിട്ട് ആദ്യം ആർക്കും അനുഗ്രഹമാകും? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്. ചിലരാണെങ്കിൽ അങ്ങ് ലോകമെമ്പാടും വലിയ അനുഗ്രഹമാണ്, പക്ഷെ വീട്ടിൽ ഭയങ്കര വഴക്കും പ്രശ്നവും ബഹളമൊക്കെയാണ് എന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട്. ബാക്കി എല്ലായിടത്തും ഭയങ്കര നല്ല സഹോദരനാണ്, ഭയങ്കര വിശുദ്ധനായ വലിയ പുണ്യവാളനാണ്, ഇന്ന് വീട്ടിൽ മാത്രം അയ്യോ അദ്ദേഹത്തെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലപ്പോഴും ഇന്ന് പുറമേ വലിയ ശുശ്രൂഷയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാൽ വീട്ടിൽ സ്വന്തം ഭാര്യയ്ക്ക്, ഭർത്താവിന്, കുഞ്ഞുങ്ങൾക്ക്, അപ്പനമ്മമാർക്ക് അവിടെ നമ്മളുടെ ആത്മീയത ആദ്യമായിട്ട് ടെസ്റ്റഡ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യം യെരുശലേമിൽ, പിന്നെ യഹൂദിയയിൽ, പിന്നെ ശമരിയയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. ആദ്യം നമ്മളുടെ വീട്ടിൽ, അയൽവക്കകത്ത്, നമ്മളുടെ വർക്ക് പ്ലേസിൽ, ജോലി സ്ഥലത്ത്, പിന്നെ സഭയിൽ, പിന്നെ ദൈവം ആഗ്രഹിക്കുന്നിടങ്ങളിലേക്കൊക്കെ ദൈവം കൊണ്ടെത്തിക്കുന്നിടത്തേക്കൊക്കെ. അപ്പം എന്ന് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകണം. അതിനായിട്ട് കർത്താവിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും, കർത്താവെ അവിടുത്തെ ആത്മാവിൻ്റെ നദി എന്നിൽ വന്ന് നിറയണം. എൻ്റെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ ഇന്ന് ആരാ ഉള്ളത്? ഞാൻ തന്നെ ആണോ? അതായത് ഈ ഞാൻ പറഞ്ഞ ആ ഒരു വിൽ പവറിൻ്റെ ഒരു ഗോൾഡൻ ഓൾട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ സുവർണ്ണ അൾത്താര, അവിടെ സമാഗമന കൂടാരം അറിയാം, അതിൻ്റെ പിക്ചറൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ?
അപ്പം അവിടെ ആ ഗോൾഡൻ ഓൾട്ടറിൽ നമ്മളെ തന്നെ നമ്മളങ്ങ് അവരോധിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ സമയം ഞാൻ ഇഷ്ടം പോലെ പല സോഷ്യൽ മീഡിയയും ബാക്കി ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് അതിലൊക്കെ വെറുതെ പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും പ്രയോജനകരമില്ലാത്ത പല കാര്യങ്ങളിലൊക്കെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ ആരാ കയറിയിരിക്കുന്നത്? നമ്മൾ തന്നെ, നമ്മുടെ സെൽഫ് ആയിരിക്കുന്നേ, ഞാൻ തന്നെ ആയിരിക്കുന്നേ. ആ അതായത് ആ ജഡമാകുന്ന തിരശ്ശീല, ആ ജഡം തന്നെ ജഡമാണ്. ജഡത്തിന്റെ വേറൊരു വാക്കാണ് സെൽഫ്, സെൽഫ് വില്ല്, സെൽഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വയം, സ്വയജീവൻ എന്നൊക്കെ പറയുന്നത്. ജഡമാകുന്ന തിരശ്ശീലയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ജഡികമായ, ദേഹീപരമായ ജഡികമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകും. എന്നാൽ ആ ജഡത്തെ എപ്പോഴും ക്രൂശിൽ ഏൽപ്പിക്കുവാൻ കർത്താവേ, എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ആ എന്താ പറയുക, വചനത്തിന്റെ വാള് ഈ ജഡത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അവിടെ ഒരു ക്രോസ് ഉണ്ട്. ജഡമാകുന്ന തിരശ്ശീല, വചനമാകുന്ന വാളൊന്ന് വീഴുമ്പോൾ അവർ ക്രോസ് ഉണ്ട്. എൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇവിടെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് മരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് എന്താ നമ്മളിലൂടെ ആ ജീവജലത്തിന് നദികൾ ഒഴുകുന്ന, ആ ജീവജലത്തിന് നദികൾ ഒഴുകുന്ന ആ രംഗമൊക്കെ നമ്മൾ യെഹെസ്കേൽ 47 അധ്യായമൊക്കെ നമ്മൾ കഴിഞ്ഞ അങ്ങാഴ്ച കണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം അവിടെ ഒരു 1000 മുഴം അളക്കുമ്പം, 1000 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ, ഒരു എക്സാക്ട്ലി പറഞ്ഞ് 468 മീറ്റർ എന്നൊക്കെ നമ്മൾ യോഹന്നാന്റെ ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമ്മളത് കണ്ടായിരുന്നു. യെഹെസ്കേൽ 47 അധ്യായത്തിൽ അവിടെ 457 മീറ്റർ, അതാ ഏകദേശം 500 മീറ്റർ. ഒരു 1000 മുഴം അളക്കുമ്പോഴും ലെവൽ കൂടി കൂടി വരുന്ന ഒരു ജീവജല നദി, ഒരു നദിയുടെ കാര്യമൊക്കെ നമ്മളവിടെ 47 യെഹെസ്കേൽ 47 അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പല ലെവലൊക്കെ നമ്മൾ കണ്ടു. അത് നരിയാണി അല്ലെങ്കിൽ കണങ്കാൽ, ആങ്കിൾ ലെവല്, നമ്മളെ നിൽക്കുന്ന ഈ കൃപയിൽ എന്ന് എവിടെ വായിക്കുന്നേ? റോമർ 5:2 നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? ഗ്രേസ് അപ്പോൺ വിച്ച് വി സ്റ്റാൻഡ്. നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കൃപയിൽ നിൽക്കുന്നു. അപ്പം പക്ഷെ ആ നരിയാണയോളം ഉള്ളപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ അങ്ങ് പോവുക. ആ ഒരു ഒഴുക്ക് അതിൻ്റെ വഴിക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ വഴിക്കൊക്കെ അങ്ങ് നടക്കുന്നു. എന്നാൽ നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് വീണ്ടും നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ക്രൂശിൻ്റെ വഴിയിൽ. ഈ ഒരു സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ച് സ്വന്തം ഇഷ്ടത്തിനെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ ഓരോ ദിവസവും അവിടുത്തെ ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു ജീവന്റെ വഴിയിൽ നമ്മെ തന്നെ അങ്ങ് സമർപ്പിച്ചുകൊണ്ടേ പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അളവ് നമ്മളുടെ ജീവിതത്തിൽ അധികമായിട്ട് വർദ്ധിച്ചൊരു മുട്ടോളം എത്തുന്നു. അപ്പം ആ നരിയാണിയുടെ ലെവല് ഒരു പ്രാകാരത്തിന്റെ ലെവലാണ്. സമാഗമന കൂടാരത്തിൽ എത്ര പാർട്സ് ഉണ്ടായിരുന്നു? 3 പാർട്സ് അല്ലേ? പ്രാകാരം, അതായത് ഔട്ടർ കോട്ട്, പിന്നെ ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലം, പിന്നെ മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലം. അപ്പം നരിയാണിയോളം എന്ന് പറയുമ്പോൾ അതൊരു പ്രാകാരത്തിന്റെ ലെവല്. പിന്നെ മുട്ടോളവും എന്ന് പറയുമ്പോൾ അതൊരു വിശുദ്ധ സ്ഥലം. കുറച്ചുകൂടെ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു അളവ് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു. എങ്കിലും മുട്ടോളം ആണെങ്കിലും നമുക്ക് വീണ്ടും ഭൂമിയിൽ തന്നെ നമ്മുടെ കാല്, ഭൂമിയുടെ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലേക്ക് വരുമ്പോൾ അവിടെ അരയോളം എത്തി. അരയോളം എത്തുമ്പോഴും ഭൂമിയിൽ തന്നെ കാല് എന്ന് പറഞ്ഞാൽ, അരയോളം എത്തി എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ സ്ഥലത്ത് തന്നെ തിരശ്ശീലയുടെ അടുത്തങ്ങ് എത്തി. പക്ഷെ എങ്കിലും നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ആ കരങ്ങളെ വിരിച്ച് കർത്താവിനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 21:18 പത്രോസിനോട്, നീ യൗവനക്കാനായിരിക്കുമ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകുന്നു, വയസ്സാവുമ്പോഴും 2 കൈ നീട്ടി വേറൊരുത്തൻ എന്നെ നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ യോഹന്നാൻ 21:18 പറയുന്ന വാക്യമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ബുധനാഴ്ച കോട്ടേജ് മീറ്റിങ്ങിൽ. എന്ന് പറഞ്ഞാൽ 2 കൈ നീട്ടി കർത്താവേ എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറയുന്ന മറ്റേ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെയാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ആ തിരശ്ശീല അങ്ങ് ചീന്തപ്പെട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം, ഒരു സ്വസ്ഥതയോടെ ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ നിരന്തരമായിട്ട് വാഴുന്ന ഒരു ജീവിതം, കർത്താവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ വാഴുന്ന ഒരു ജീവിതം. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നത്. എന്നാൽ അതിനായിട്ട് നമ്മുടെ ആ സ്വന്തം ജീവിതം അത് അധികമായിട്ടൊന്ന് ചിന്തപ്പെട്ടാലേ കർത്താവിന് അധികമായിട്ട് ആത്മാവിന്റെ അളവ് നമ്മുടെ ലെവൽ കൂട്ടാൻ പറ്റത്തുള്ളൂ. വാട്ടർ ലെവൽ കൂട്ടണം അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ അക്യൂറിയത്തിൽ തന്നെ വാട്ടർ ലെവൽ കുറച്ച് കഴിയുമ്പോൾ കുറയും. അപ്പം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം, അതിൻ്റെ വാട്ടർ ലെവൽ കൂട്ടണം. അല്ലെങ്കിൽ അത് മീനിനൊക്കെ അത് പ്രശ്നമാവും എന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ വാട്ടർ ലെവല് കൃപാമാരി ആ ഒരു ജീവജല നദിയുടെ ആ ലെവൽ കൂട്ടാൻ വേണ്ടി ആണ് ദൈവം നമ്മളെ പലവിധമായിട്ടുള്ള ചില
പ്രലോഭനങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്, ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗാവസ്ഥകളോ ചില സാമ്പത്തിക ഞെരുക്കങ്ങളോ ചില തെറ്റിദ്ധാരണകൾ, ചില പ്രയാസമുള്ള നമുക്ക് സ്വതവേ ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവം നടത്തി വിടുമ്പോൾ അവിടെയൊക്കെ കർത്താവേ, ഞാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിലങ്ങ് താണിരുന്നു, അവിടെ എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വസ്ഥതയോടെ കർത്താവിലേക്ക് നമ്മുടെ ഇഷ്ടത്തെ സമർപ്പിച്ച് നമ്മുടെ ഇഷ്ടത്തിന് മരിച്ച് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അധികമായിട്ട് നമ്മളെ ആ ജഡമാകുന്ന തിരശ്ശീല ചെയ്യുന്നതിനനുസരിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ വാട്ടർ ലെവൽ കൂടി കൂടി നമ്മൾ നിൽക്കുന്ന ഈ കൃപയിൽ നിന്ന് അവിടെ നമ്മൾ റോമർ 5:2 കണ്ടു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കൃപ ബൗണ്ട് ചെയ്യുന്നു, കൃപ സമർത്ഥമാവുന്നതിനെ കുറിച്ച് റോമർ 5:17 വാക്യത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ 6:14 വരുമ്പോൾ നിങ്ങൾ കൃപയ്ക്ക് അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലെന്നാണ് അവിടെ റോമർ 6:14 നമ്മൾ വായിക്കുന്നത്. എന്ന് വെച്ചാൽ വി ആർ അണ്ടർ ഗ്രേസ്. അപ്പം നിൽക്കുന്ന ഈ കൃപ വാട്ടർ ലെവൽ, ഗ്രേസ് ലെവൽ കൂടി കൂടി വി ആർ അണ്ടർ ദ ഗ്രേസ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മളങ്ങ് സീറോ ആവുന്നിടത്തോളം, എത്ര വലിയ വട്ടപൂജ ആവുന്നോ അത്രയധികം പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് അധികമായിട്ടൊന്ന് നിറഞ്ഞ് എന്താ നമ്മളെ പാപത്തിൻ്റെ മേൽ, അങ്ങനെ നമുക്ക് പാപത്തിൻ്റെ മേൽ ജയിക്കാൻ സാധിക്കുന്നില്ല. നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ ഇനി മുതൽ അങ്ങ് ജയിച്ചോളാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പല്ല് ഇടിച്ചുകൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. മറിച്ച് നമ്മളങ്ങ് സീറോ ആക്കാൻ വേണ്ടി കർത്താവ് പല പരാജയങ്ങളോ വീഴ്ചകളോ പല പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിൽ ഈ പാറയൊന്ന് സ്വഹിതമാകുന്ന പാറയൊന്ന് പിളർക്കുവാനായിട്ട് യേശുവിൻ്റെ ജീവിതത്തിൽ, യേശു യുഗങ്ങളുടെ പാറയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ആ സ്വന്തഹിതമാകുന്ന പാറയെ പിളർക്കാനായിട്ട് പിളർന്ന ഒരു പാറയെ നമ്മൾ വായിക്കുന്ന പോലെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ആ പാറ പിളർക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മൻ നദി, അതാ നമ്മൾ ഈ പറഞ്ഞു വന്നേ. അതാ നമ്മളിപ്പം വീതിയുടെ നടുവിൽ നമ്മൾ തിരിച്ച് എങ്ങോട്ടും എത്തി. വെളിപാട് ദിവസം 22-ന്റെ 1 വാക്യത്തിൽ നമ്മളിപ്പോഴും ഉള്ളേ. ഈ സഹോദരൻ ഇങ്ങനെ ഈ ഉന്തുവണ്ടി എത്ര തള്ളിയാലും മുമ്പോട്ട് നീങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും 1 വാക്യത്തിൽ തന്നെ ഇത്ര വണ്ടി മുമ്പോട്ട് പോയിട്ട് ഇപ്പോഴും വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് പറഞ്ഞതുപോലെ വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ, പളുങ്കുപോലെ, അത് ട്രാൻസ്പെറൻറ്റ്, ക്ലിയർ എസ് ക്രിസ്റ്റൽ, സുതാര്യത, കാപട്യമില്ല. നമ്മൾ ആ ഒരു പ്രയോഗം നമുക്ക് അറിയാം. ഈ കാന്തയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആ ഒരു ക്ലിയർ എസ് ക്രിസ്റ്റൽ എന്ന് നമ്മളവിടെ 21:11 നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ തേജസ്, അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. എല്ലാം ഒരു ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ. അതാണ് ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം. പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദിയെക്കുറിച്ച് പറയുമ്പോൾ ശുഭ്രമായ ഏറ്റവും ഇപ്പം ക്ലിയർ വാട്ടർ. നമ്മളൊരു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ മടിയായിട്ടിരിക്കുകയാണെങ്കിൽ, അയ്യോ നമുക്ക് ആരെങ്കിലും അങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ തന്നാൽ അയ്യോ എനിക്ക് അത്ര വലിയ ദാഹമൊന്നുമില്ല, പിന്നെ കുടിക്കാം എന്ന് പറയും. നമ്മളങ്ങനെ നോ താങ്ക് യു എന്ന് പറയും അല്ലേ. എന്നുവെച്ചാൽ അതിനകത്ത് എന്തൊക്കെയോ ഏതാണ്ടൊക്കെ കുറേ ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ വെള്ളം അയ്യോ വേണ്ട, ഈ വെള്ളം കുടിക്കണ്ട, നമുക്ക് നമ്മുടെ ബോട്ടിലുള്ള വെള്ളം കുടിക്കുന്നതാണ് ഭേദമെന്ന് നമുക്ക് ചിലപ്പം തോന്നുന്നു പറഞ്ഞതുപോലെ. എന്നുവെച്ചാൽ ഇങ്ങനെ എന്നാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. അതെ, എത്ര ലാബിൽ ടെസ്റ്റ് ചെയ്താലും മൈക്രോ ഓർഗാനിസംസ് വേണ്ടാത്തതൊന്നും ഇല്ലാത്ത ഒരു നല്ല കറക്റ്റ് pH ബാക്കി എല്ലാ വേണ്ടുന്ന മിനറൽസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. നമ്മൾ നമ്മുടെ അക്വാഗാർഡ് വാട്ടർ ഫിൽറ്റർ മാതിരിയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഏറ്റവും ശുദ്ധമായ വെള്ളം നമുക്ക് എത്രമാത്രം നമ്മളുടെ ശാരീരിക ജീവൻ ആവശ്യമാണെങ്കിൽ എത്ര അധികം നമ്മുടെ ആത്മീയ ജീവന് പരിശുദ്ധാത്മാവിൻ്റെ ആ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നമുക്ക് ആവശ്യമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ ശരിയാണ് വളരെ കൃത്യതയോടെ നമ്മളെ വാട്ടർ ഫിൽറ്ററും എന്താണ് പറയുന്നത്, കാർബൺ ഫിൽറ്റർ, അയൺ ഫിൽറ്റർ, ഓരോ വെള്ളമൊക്കെ അരിച്ചരിച്ച് ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ഉദ്യമിക്കും. അത് നല്ല കാര്യം തന്നെ, തീർച്ചയായിട്ടും വേണം. നമ്മുടെ പരിശുദ്ധാത്മാവിന് ആരാകുന്ന ശരീരത്തിൽ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ അത് കർത്താവ് തരുന്ന ഉദവികളൊക്കെ നമ്മൾ ഉപയോഗിക്കാം തീർച്ചയായിട്ടും. എന്നാൽ അതിലുപരിയായിട്ട് കർത്താവേ, എൻ്റെ ശാരീരികമായിട്ടുള്ള ജീവന് ആവശ്യമായിട്ടുള്ള ഈ വെള്ളത്തിന് ഞാൻ ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മീയ ജീവൻ്റെ എല്ലാമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദി, ആ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ദാഹമുണ്ടോ? കർത്താവേ, അത് ആ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, അതാ നമ്മൾ ആ 22-ന്റെ പളുങ്ക് പോലെ ശുഭ്രമായ ആ ജീവജല നദി. അത് എല്ലായിടത്തും പോകുന്നിടത്തൊക്കെയും ജീവൻ ഉണ്ടാകുന്ന കാര്യമൊക്കെ നമ്മളവിടെ എസ്കിൽ 47 കാണുന്നുണ്ട്. പോകുന്നിടത്തൊക്കെയും ജീവൻ ഉണ്ടാകുന്നു, എന്നാൽ ചിലയിടത്ത് മരണം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ എന്താ, അവിടെ ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കും ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കും എന്നൊക്കെ 2 കൊരിന്ത്യർ 2:15-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആത്മീയ ദാഹമുള്ളവർക്ക് അത് ജീവനായിട്ട് മാറും. എന്നാൽ വെളിച്ചം ഇഷ്ടമല്ലാത്തവർക്ക്
അത് കൂടുതൽ ദേഷ്യം ഉണ്ടാവും. അവർക്ക് മരണത്തിൽ നിന്ന് മരണം കൂടുതൽ ന്യായവിധി ഉണ്ടാവും. പരീക്ഷന്മാരോട് പരീക്ഷന്മാരും കർത്താവ് വചനം പറഞ്ഞപ്പോൾ കേട്ടു. അവർക്കത് കൂടുതൽ ന്യായവിധിക്ക് കാരണമായി തീർന്നു. അവർ കൂടുതൽ തങ്ങളെ തന്നെ കഠിനപ്പെടുത്തി. നിങ്ങളത് കേട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭേദമായിരുന്നു, എനിക്ക് പാപമില്ലായിരുന്നു, ഇപ്പം കേട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പാപം ഉണ്ടെന്നൊക്കെ കർത്താവ് യോഹന്നാൻ 9-ാം അധ്യായത്തിലൊക്കെ പറയുന്ന കാര്യം നമുക്കറിയാം. യോഹന്നാൻ 9-ാം അധ്യായത്തിൻ്റെ അവസാനം അപ്പിറവി കുരുടൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ദാഹമുള്ളവർക്ക് അത് എന്താ അത് കർത്താവേ അവിടുത്തെ വചനം എത്ര തേനിലും തേൻകട്ടയിലും മധുരമാണെന്നുള്ള കാര്യം ആ ശിഷ്യന്മാരും കർത്താവിനെ അനുഗമിച്ചവരും ഒക്കെ അത് രുചിച്ചറിഞ്ഞു എന്ന് പറയുന്നത് പോലെ നമ്മൾ സാഗ്ബിളിൽ കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ പോലെ എന്താ പറയുന്നത്, വെളിച്ചം നല്ല കാര്യമാണ്, വെളിച്ചം നല്ല കാര്യമാണ്. എന്നാൽ ഒരാൾ പാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്ത്, പാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നമ്മൾ വെളിച്ചം കൊണ്ട് ചെന്നാൽ അവർ നമ്മളെ അടിക്കാൻ വരും. എന്നാൽ അതേ വെളിച്ചം നമ്മൾ എന്താ വഴിതപ്പി തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ആ വെളിച്ചം കൊണ്ടുപോവുകയാണെങ്കിൽ, അയ്യോ താങ്ക് യു, എനിക്ക് ഈ വെളിച്ചം കൊണ്ടു തന്നതിന് നന്ദി, എനിക്കിപ്പോൾ വഴി കാണാൻ പറ്റുന്നുണ്ടല്ലോ, താങ്ക് യു ഫോർ ദിസ് ലൈറ്റ് എന്ന് അവർ പറയും. ഇപ്പോൾ ഒരേ വെളിച്ചമാണ്. എന്നാൽ ചിലർക്കത് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവർ ഹൃദയം കഠിനപ്പെടുത്തുന്നവർക്ക് അത് മരണത്തിലേക്ക് അവരെ നയിക്കും. അവർ ഹൃദയം കഠിനപ്പെടും. അതാ നമ്മളവിടെ 2 കൊരിന്ത്യർ 2:14-15 നമ്മളത് വായിക്കുന്ന സൗരഭ്യവാസനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാനൊരു ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അവിടെ റോമൻ പടയാളികൾ അവര് യുദ്ധമൊക്കെ ജയിച്ചിട്ട് തടവ് പുള്ളികളെ കെട്ടിക്കൊണ്ട് അവര് ജയഘോഷം നടത്തുമ്പോൾ റോമൻ തിരുവീതികളിലൂടെ അവര് വലിയ കുന്തിരിക്കം, വലിയ ഈ സൗരഭ്യവാസനം ഉതകുന്ന പല സ്പൈസസ് ഒക്കെ പുകച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പൊ ആ പുക ജയിച്ചവർക്കത് വലിയ ജയത്തിൽ നിന്ന് ജയം. എന്നാൽ മരണത്തിലേക്ക് പോകുന്ന തടവുള്ളികളെ സംബന്ധിച്ചുള്ളത് മരണത്തിലേക്കുള്ള വാസനയാണ്. ഈ വാസന കിട്ടുമ്പോഴേ ഞങ്ങളുടെ മരണം അടുത്തു എന്നവർ ചിന്തിക്കുന്നു എന്നുള്ള ആ ഒരു ചരിത്രത്തിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പൗലോസ് അവിടെ പറയുവാണ്. നമ്മളുടെയും ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കും മരണത്തിൽ നിന്ന് മരണത്തിലേക്കും എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങള് സത്യം അറിയാനുള്ള താല്പര്യമുള്ളവർക്ക് അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും. തങ്ങളെ തന്നെ കഠിനപ്പെടുത്തി പാപത്തിലും സ്വയത്തിലും ഒക്കെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ പലരുടെ റെസ്പോൺസിനനുസരിച്ച് നമുക്കത് അറിയാം. ചിലർക്ക് അത് കൂടുതൽ ന്യായവിധിക്ക് കാരണമാകുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം അതാ ആ ജീവജല നദി, അത് പളങ്ക് പോലെ ക്രിസ്റ്റൽ ക്ലിയർ. അത് നമ്മളവിടെ വെളിപാട് 21-11 നമ്മൾ കണ്ടു. ക്രിസ്റ്റൽ ക്ലിയർ ജാസ്പർ, സ്ഫടിക സ്വച്ഛതയുള്ള എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കണ്ടു. പിന്നെയും താഴോട്ട് വരുമ്പം 18-ാമത്തെ വാക്യം 21-18 മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. ഈ നഗരമൊക്കെ അങ്ങ് ഭയങ്കര പ്യോർ ഗോൾഡ് ലൈക്ക് ക്ലിയർ ഗ്ലാസ്. ഒരു നമ്മളിപ്പം നമ്മുടെ കണ്ണാടി ഏറ്റവും ഇങ്ങനെ പാണ്ടൊക്കെ പിടിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് മുഖം പോലും കാണാനൊക്കത്തില്ല. എന്നാൽ നല്ല നമ്മളത് ക്ലീൻ ആയിട്ട് വെക്കാൻ നോക്കും. എന്താ എന്നാലേ ക്ലിയർ ആയിട്ട് കാണാനൊക്കെ ഉള്ളൂ. ക്ലിയർ ഗ്ലാസ് ഒരു അത് പ്യുവർ ഗോൾഡ് ലൈക്ക് ക്ലിയർ ഗ്ലാസ്, സ്വച്ഛ സ്ഫടികം പോലെ ക്ലിയർ ആയിട്ടുള്ളൊരു കണ്ണാടി പോലെയുള്ള തങ്കം, ഗോൾഡ് ആയിരുന്നു ആ മതിലിന്റെ പണി. മെറ്റീരിയൽ ഓഫ് ദ വാൾ, അത് വെച്ചാണ് മതിൽ ഉണ്ടായത്. നമ്മൾ കോൺക്രീറ്റും നമ്മളുടെ കട്ടയും കോൺക്രീറ്റും ഒക്കെ വെച്ച മതിൽ പണി എന്ന് പറയുന്നത് പോലെ ഈ മതിൽ എങ്ങനെയുള്ള മതിലാണ്? ഇതുപോലെയൊക്കെയുള്ള ആ ഒരു ക്ലിയർ ഗ്ലാസ്, ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ, ദിവ്യ സ്വഭാവത്തിൻ്റെ ആ ഒരു തേജസ്സിനെ കുറിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെയൊക്കെ കാണുന്നത്. പിന്നെ പല വൈഡൂര്യങ്ങളെക്കുറിച്ചും മുത്തുകളെക്കുറിച്ചും ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വരുമ്പോഴും അവിടെ നമ്മൾ വായിച്ചു ആ വീഥി, സ്ട്രീറ്റിൻ്റെ കാര്യം. നമ്മളതിൻ്റെ ആ 21-ാമത്തെ വാക്യത്തിൽ പ്യുവർ ഗോഡ് ലൈക്ക് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എന്ന് വായിച്ചു. 21-ന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആ സ്വച്ഛ സ്ഫടികം, ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള ആ പ്രയോഗം വീണ്ടും 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 വരുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പിന്നെ ഈ 22-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ, അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എത്ര അധികം കർത്താവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ആ ജീവജല നദിക്കായിട്ടുള്ള ഒരു ദാഹം എന്നിലെ ആ കാര്യം നമുക്ക് ഒരു ആക്ഷരികമായിട്ടൊരു ദാഹം ഉണ്ടാകുമ്പോൾ കർത്താവ് അധികമായിട്ട് എനിക്ക് ആത്മീയമായിട്ടൊരു ദാഹവും കൂടെ തരണേ നമുക്ക് പ്രാർത്ഥിക്കാം. ദാഹിക്കുന്നവന് എൻ്റെ അടുക്കൽ വരുവിൻ, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. വെച്ചാൽ ഈ ഒരു
എന്താ നമ്മളുടെ പാറ പിളർക്കപ്പെട്ട ജീവജല നദികൾ ഒഴുകുന്ന പാറ പിളർക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയ്ക്ക് നമ്മൾ കീഴടങ്ങുമ്പോഴാണ് ദൈവം തന്നെ നമുക്കൊരു ദാഹം തരുന്നത്. അപ്പോൾ ദൈവം തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടുള്ള വിശ്വാസമെല്ലാം കർത്താവ് തരുന്നത്. അപ്പോൾ അങ്ങനെ ദാഹിച്ച് വിശ്വസിച്ച് കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ നദികൾ നമ്മളുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയൊക്കെ മറ്റുള്ളവർക്കതൊരു ആശ്വാസത്തിനും പ്രബോധനത്തിനും ആത്മീയവർദ്ധനവിനൊക്കെ കാരണമാകുന്ന വാക്കുകൾ പറയുവാൻ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയണം. ആകാത്ത വാക്കുകളൊന്നും പറയരുതെന്ന് എവിടെ പറയുന്ന എഫേസ്യർ 4:29 നമ്മളുടെ വീട്ടിൽ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകളൊക്കെ അത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നതാണോ? അത് അതെ, ബാക്കിയുള്ള ആരും കേൾക്കണ്ടെന്ന് ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. അതെ, നമ്മൾ എഫേസ്യർ 4:29. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ പറയണമെങ്കിൽ ഈ ജവജല നദിയാണ് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത്. അതാണ് നമ്മൾ വായിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇപ്പം ജഗൽവേറ അതിൻ്റെ ആ ഒരു രണ്ടാമത്തെ വാക്യം നമ്മുടെ അന്തിമോചന പുസ്തകത്തിലെ ആ വാക്യം അതിൻ്റെ ആ എക്സ്പ്ലനേഷനും വേറെപ്പം വായിക്കുമ്പോൾ അജ്ബേർ അത് അന്തിമോചനം സാക്വനപ്രധാന അന്തിമോചനം പുസ്തകം അത് ഇല്ലാത്തവർക്ക് ഇപ്പം അത് ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ മലയാളം വേർഷൻ ജീവമൊഴികൾ.org എന്ന വെബ്സൈറ്റിൽ എൻ്റെ ബുക്ക് സെക്ഷനകത്തുണ്ട്. ഇംഗ്ലീഷിൽ അത് വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് cfcindia.com എന്നുള്ളതിൽ ബുക്ക് സെക്ഷനിൽ പുസ്തകം ഫ്രീ ആയിട്ട് നമുക്ക് വായിക്കാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ പറ്റും. ആർക്കെങ്കിലും അതിൻ്റെ കോപ്പീസൊക്കെ വേണമെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതി. ഇപ്പം അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജഗബ്രദർ വായിക്കും. നദിക്ക് അക്കരെയും ഇക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു. മാസം തോറും അത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ആദാം നഷ്ടപ്പെടുത്തിയ ജീവവൃക്ഷത്തിലുള്ള പങ്കാളിത്തം ഇവിടെ മനുഷ്യനെ പുനഃസ്ഥാപിച്ച് നൽകുന്നു. ഉൽപ്പത്തി 2, വെളിപാട് 22 എന്നീ അധ്യായങ്ങൾ തമ്മിൽ ഏറെ സമാനതകൾ ഉണ്ട്. ജീവവൃക്ഷം ദൈവജീവന്റെ തന്നെ, അതായത് നിത്യജീവന്റെ നമുക്ക് പങ്കാളികളാകുവാൻ കഴിയുന്ന ദിവ്യ സ്വഭാവത്തിന്റെ പ്രതീകമാണ്. നിത്യ ആസ്തിത്വം അല്ല നിത്യജീവൻ എന്ന് പറയുന്നത്. തീപ്പൊയ്കയിൽ കഴിയുന്നവർക്ക് പോലും നിത്യ ആസ്തിത്വമുണ്ട്. അതുകൊണ്ട് അവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് പറയാൻ കഴിയുകയില്ലല്ലോ. നിത്യജീവൻ എന്ന് പറയുന്നത് തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ജീവിതമാണ്. ദൈവജീവൻ തന്നെ അതാണ്. അതിൻ്റെ പ്രതീകമാണ് ജീവവൃക്ഷവും. ജീവവൃക്ഷത്തിന് പകരം നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തെ സമീപിച്ച് ആദാം വിഡ്ഢിത്തമാണ് കാട്ടിയത്. ഇന്നും പലരും ഇതുപോലെയാണ്. ജീവന് പകരം ബൈബിൾ പാണ്ഡിത്യമാണ് അവർ അന്വേഷിക്കുന്നത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം വെളിപ്പാട് 22 നാം കാണുന്നില്ല. അത് അപ്രത്യക്ഷമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ഈ പഠനത്തിൽ ഉടനീളം നാം ജീവവൃക്ഷത്തിന്റെ സമീപത്തേക്ക് വരുവാനാണ്, അല്ലാതെ അറിവിന്റെ വൃക്ഷത്തിന് അടുത്തേക്ക് വരുവാനല്ല ശ്രമിച്ചിട്ടുള്ളത്. ജീവവൃക്ഷത്തിന്റെ മുൻപിൽ ദൈവം കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ഉൽപ്പത്തി 32:24. 32 3 കേട്ടോ, 33 32 ഇവിടെ എഴുതിയിരിക്കുന്നത്. 3:24. ജീവവൃക്ഷത്തിൽ ഓഹരി വേണമെങ്കിൽ ആദ്യം നമ്മുടെ സ്വയജീവനിൽ ഒരു വാള് വീഴേണ്ടതുണ്ടെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് മിക്ക ക്രിസ്ത്യാനികളും മുൻപിൽ ഒരു വാൾ കാവൽ നിൽക്കാത്ത അറിവിന്റെ വൃക്ഷത്തോടടുത്തേക്ക് പോകുന്നത്. വേദപുസ്തക സംബന്ധമായി ആയ
അറിവ് ലഭിക്കുവാൻ സ്വയജീവനിൽ മരണം സംഭവിക്കുകയോ ദിനംതോറും ക്രൂശെടുക്കുകയോ ഒന്നും ആവശ്യമില്ല. അതേസമയം ദൈവജീവനിൽ പങ്കാളിത്തം വേണമെന്നുണ്ടെങ്കിൽ നാം യേശുവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കേണ്ടിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:10. ആ വാൾ നമ്മുടെ മേൽ പതിക്കുവാൻ നാം അനുവദിക്കേണ്ടിയിരിക്കുന്നു. ക്രൂശിന്റെ മാർഗം ജീവവൃക്ഷത്തിലേക്കുള്ള മാർഗമാണ്. വാൾ യേശുവിന്റെ മേൽ പതിക്കുകയും അവിടുന്ന് ക്രൂശിക്കപ്പെടുകയും ഉണ്ടായി. നാം തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ വാൾ നമ്മുടെ മേലും പതിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ മാസവും പുതിയ ഫലം കായ്ക്കുകയും അതിൻ്റെ ഇലകൾ രോഗശാന്തിക്ക് ഉതകുകയും ചെയ്യുന്നതുമായ ജീവവൃക്ഷത്തിൽ നമുക്ക് പങ്കാളിത്തം നേടുവാൻ കഴിയും. നമ്മളിപ്പം വെളിപാട് 22-ന്റെ 2-ാമത്തെ വാക്യം നമ്മൾ കണ്ടേ. നമുക്കത് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അധികം അത് ചിന്തിക്കാൻ സമയമില്ല. എങ്കിലും നമ്മൾ എന്താ ചിന്തിച്ചു തുടങ്ങിയത് എന്താ? നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അപ്പൊ ഇവിടെ വീഥി, ആ സ്വർണ്ണത്തിരു വീഥി, ആ വീഥിയുടെ നടുവില് സിംഹാസനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ജീവജല നദി ഒഴുകുന്നു. ആ നദിക്ക് അക്കരയും ഇക്കരയും ഉണ്ട്. 2 സൈഡിൽ എന്തുണ്ട്? ട്രീ ഓഫ് ലൈഫ് ഉണ്ട്. അപ്പം പിന്നെ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ എവിടെയില്ല. നമ്മളെ ബൈബിള് എത്രയോ 40ഓളം മനുഷ്യരിലൂടെ ദൈവം പരിശുദ്ധാത്മാവിനെ ഇൻസ്പയർ ചെയ്ത് 3 ഭൂഖണ്ഡങ്ങളിലായിട്ട്, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് എഴുതപ്പെട്ട ഈ ദൈവവചനം 1500ഓളം വർഷങ്ങളുടെ ആ ഒരു സ്പാനിൽ എഴുതപ്പെട്ട ആ ഒരു ദൈവവചനം ഇന്ന് അത് എല്ലാം ഒരു കാര്യം തന്നെ പറയുന്നത്. ബൈബിളിൻ്റെ ആദ്യ പുസ്തകമായിട്ടുള്ള ഉൽപ്പത്തിയിൽ പറയുന്നതിൻ്റെ ഒരു പൂർത്തീകരണം നമ്മൾ എവിടെ കാണുന്നു? വെളിപാട് പുസ്തകത്തിൽ കാണുന്നു. അപ്പോൾ ആ ബൈബിളിൻ്റെ അമേസിങ് കോറിലേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അങ്ങ് അത്ഭുതപ്പെടുത്തു. ഇത് ദൈവത്തിന് മാത്രമേ ഇത് എഴുതാനൊക്കെ ഉള്ളൂ. മോശ BC 2000ഓളം ആ ഒരു വർഷങ്ങളിലും മോശ ഉൽപ്പത്തി പുസ്തകം എഴുതിയെങ്കിൽ AD 90കളിലാണ് യോഹന്നാൻ അപ്പോസ്തലന് ഈ യോഹന്നാന്റെ സുവിശേഷവും പിന്നെ യോഹന്നാന്റെ ലേഖനങ്ങളും ഈ വെളിപാട് പുസ്തകമൊക്കെ 90കൾ AD 90കൾ 90s എഴുതപ്പെട്ടെന്നാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയും വർഷങ്ങളുടെ സ്പാനിൽ എഴുതിയ ഈ ഒരു പുസ്തകത്തിലെല്ലാം ഈ ഒരു സെയിം ആയിട്ടുള്ളൊരു കാര്യം, ഒരു സെയിം കാര്യങ്ങളെല്ലാം എന്താ വന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതുപോലെ ബൈബിളിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു കല്യാണം ഉണ്ടെന്ന് കണ്ടതുപോലെ, ബൈബിളിൻ്റെ തുടക്കത്തിൽ ആദാമിൻ്റെയും ഹവ്വയുടെയും കല്യാണം, ഒടുക്കത്തിൽ ഇവിടെ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറഞ്ഞതുപോലെ ബൈബിളിൻ്റെ തുടക്കത്തിൽ ജീവവൃക്ഷമുണ്ട്, ഇവിടെയും ജീവവൃക്ഷമുണ്ട്. അവിടെ ആദ്യം ഒരു നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ദൈവം ഒരു പരീക്ഷയ്ക്കായിട്ട് ദൈവം അത് മനുഷ്യൻ്റെ ചോയ്സ്, ഒരു ഫ്രീ വില്ലിലെ സ്വതന്ത്രമായിട്ടൊരു തെരഞ്ഞെടുപ്പിനായിട്ട് ദൈവം അവിടെ ഒരു നന്മതിന്മകളുടെ വൃക്ഷം വെച്ചു. എന്നാൽ ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയായി ഇവിടെ എന്തില്ല? നന്മതിന്മകളുടെ വൃക്ഷം നമ്മൾ കാണുന്നില്ല. എന്നുവെച്ചാൽ ആ ഒരു നമ്മളെ ഇപ്പം അന്തിമ പുസ്തകത്തിൽ നമ്മൾ വായിച്ചപ്പം കേട്ടതുപോലെ നമ്മളിപ്പം ഈ വെളിപാട് പുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് വെളിപാട് പുസ്തകം മാത്രമല്ല, ഏതൊരു ബൈബിളിൻ്റെ പുസ്തകവും 2 ആറ്റിറ്റ്യൂഡിൽ, 2 മനോഭാവത്തോടെ നമുക്ക് സമീപിക്കാം. ഒന്നുകിൽ ഈ വചനത്തെ, ജീവവൃക്ഷം എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് പറയാം. ദൈവത്തിൻ്റെ ജീവനെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദിവ്യ സ്വഭാവത്തെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവവചനവും നമുക്കൊരു ജീവവൃക്ഷമായിട്ട് മാറാം, അല്ലെങ്കിൽ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമായിട്ട് മാറാം. എന്ന് പറഞ്ഞാൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 3:6 നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമുക്ക് അനുസരിക്കാൻ താല്പര്യമില്ല. കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക്, ഒരു ജിജ്ഞാസയ്ക്ക് വേണ്ടി എനിക്ക് കുറച്ച് ഇത്ര കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് ബൈബിളിനെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ അറിയാം, ഈ കാര്യങ്ങൾ അറിയാമെന്ന് മെയിൻ നടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ബൈബിളിനെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് കേവലം ഒരു ഇതൊക്കെയാണെന്ന് അറിഞ്ഞു കൊള്ളാം, എപ്പോഴാണ് കർത്താവ് വരുന്നത്, എന്താ ലക്ഷണം, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ആ ഒരു രീതിയിൽ മാത്രം. എന്നാൽ
കർത്താവിനോട് അടുക്കാനും കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കാനും ഒരു ആഗ്രഹം ഇല്ലാതെ ഒരു അറിവിനായിട്ട് മാത്രം നമ്മൾ വചനത്തെ കാണുമ്പം ഈ ബൈബിള് നമുക്ക് എന്തായി തീർന്നു? ഒരു നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമായിട്ട് മാറി. ഒരു പാണ്ഡിത്യം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പുസ്തകം മാത്രമായിട്ട് മാറി. എന്നാൽ അതേ വചനം തന്നെ കർത്താവെ എൻ്റെ ആ സ്വന്തം ഇഷ്ടമൊക്കെ മാറി എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് രാജാവായിട്ടിരിക്കണം, അവിടുത്തെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം, അങ്ങേപ്പോലെ എനിക്ക് ജീവിക്കണം, അങ്ങയോട് എനിക്ക് ഏറ്റവും അടുക്കണം, അതിനായിട്ട് ഞാൻ കർത്താവെ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ വചനം ഒരു ജീവന്റെ വൃക്ഷമായിട്ട് മാറുന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ദൈവം സഹായിച്ച് കൂടുതലായിട്ട്, ഇനിയിപ്പോൾ 9:30 ആയല്ലോ, കൂടുതലായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. യോഹന്നാൻ 5:39 കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തിരുവഴുത്തുകളൊക്കെ പരിശോധിക്കുന്നു, പക്ഷേ യു ആർ അൺവില്ലിങ് ടു കം ടു മീ ടു ഹാവ് ലൈഫ്. തിരുവഴുത്തുകൾ പരിശോധിക്കുന്നു എന്നാൽ നിങ്ങൾ എൻ്റെ അടുക്ക് വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ജീവൻ കിട്ടുന്നില്ല, ജീവൻ കിട്ടുവാൻ തക്കവണ്ണം നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നില്ല എന്നവിടെ ആ വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ വചനത്തിലേക്ക് വരുമ്പം ആ വചനം ബൈബിൾ ഇസ് ജസ്റ്റ് ലൈക്ക് എ മാപ്പ് എന്ന് പറയൂല്ലേ, ഒരു മാപ്പാണ്. ദൈവത്തിലേക്ക് റൂട്ട് മാപ്പ് കാണിക്കുന്ന ഒരു മാപ്പ്. ആ മാപ്പ് മാപ്പ് നമ്മളിപ്പം തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു മാപ്പ് കണ്ടിട്ട് ഇത് മാപ്പ് തിരുവനന്തപുരമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുക? മാപ്പ് ആ വഴി കാട്ടുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിലേക്കുള്ളൊരു വഴി കാട്ടുന്നതെന്ന ആ വചനത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മൾ ആ വഴിയിലങ്ങ് പോകുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് ചെന്നെത്തുന്നു. അതാണ് നമ്മളവിടെ യോഹന്നാൻ 5:39 കൂടെ അങ്ങ് വായിച്ച് നിർത്തട്ടെ. നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അതിന്റെ അക്ഷരത്തിൽ എന്തോ നിത്യജീവൻ ഉണ്ടെന്നാണോ നിങ്ങൾ നിരൂപിക്കുന്നത്? അവ എനിക്ക് സാക്ഷ്യം പറയുകയോ ചെയ്യുന്നേ. ടെസ്റ്റിഫൈ ഓഫ് മീ. അതിന് ആ വചനം എല്ലാം കർത്താവ് പറയുമ്പോൾ ആ പഴയ നിയമത്തിലെ വചനങ്ങളെല്ലാം ഈ അർക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ കുറിച്ച് പറയുക എന്ന് അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടത് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ജീവൻ പ്രാപിക്കണമെങ്കിൽ ആരുടെ അടുക്കിലേക്ക് വരണം? കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. കർത്താവേ, എൻ്റെ ഇഷ്ടം പോലൊന്നുമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ എൻ്റെ ആ സ്വയജീവനെ ഞാൻ സമർപ്പിക്കുന്നു. അവിടുത്തെ ആ നിത്യജീവനാൽ, ആത്മാവിൻ്റെ ജീവനാൽ എന്നെ സമർത്ഥമായിട്ട് നിറയ്ക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയോടെ കർത്താവിന് നമ്മുടെ ജീവിത സിംഹാസനത്തിൻ്റെ എല്ലാമായിട്ട് അവരോധിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഞങ്ങൾ പല കാര്യങ്ങൾ കേട്ടു എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഈ ജീവജല നദികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായിട്ട് വന്ന് നിറഞ്ഞ് സമൃദ്ധമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം കർത്താവേ. അതിനായിട്ട് ഞങ്ങളുടെ ജീവിത സിംഹാസനത്തെ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്താവേ ആ ഒരു വിൽ പവർ കർത്താവേ, ഞങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിൽ ഞങ്ങൾക്ക് അങ്ങ് തിരഞ്ഞെടുക്കാൻ തന്നിരിക്കുന്ന ആ ഒരു കഴിവിൽ കർത്താവ് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ തിരഞ്ഞെടുക്കാതെ അങ്ങയുടെ ഇഷ്ടത്തെ എപ്പോഴും കർത്താവ് തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ എപ്പോഴും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ എപ്പോഴും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേയിരിക്കാൻ, ഒരു സീറോ ആയിട്ട് കർത്താവ്, ഒരു വട്ടപൂജ്യമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അവിടുത്തെ വചനം കർത്താവേ, കർത്താവെ ആ വചനമാകുന്ന വാൾ ഞങ്ങളുടെ സ്വയജീവനിൽ പതിക്കട്ടെ. ഞങ്ങളിപ്പോൾ വായിച്ചു കേട്ടതുപോലെ അങ്ങനെ ജീവവൃക്ഷത്തെങ്കിലേക്ക് വന്ന് ജീവൻ പ്രാപിക്കുവാൻ കർത്താവെ, അവിടുത്തെ സ്വഭാവത്തിലേക്ക് അനുഭവപ്പെടുവാനൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു തിയറിയായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാതെ കർത്താവ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് അനുഭവവേദ്യമാക്കി തരണം. അതിനായിട്ട് ആത്മാവിനാലെ ഞങ്ങളെ നിറയ്ക്കണേ കർത്താവെ. ഞങ്ങൾ അങ്ങയിലേക്ക് വരുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളെ ജീവിപ്പിക്കണം. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് ഞങ്ങൾ കുറയണം. അവിടുന്ന് വളരണം. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഈ ജീവന്റെ വചനങ്ങളാൽ പിടിക്കപ്പെടുവാന്, കർത്താവിനാൽ പിടിക്കപ്പെടുവാന് കർത്താവേ, അങ്ങേ ആഴത്തിൽ സ്നേഹിപ്പാനും അങ്ങേ അനുസരിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.